എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇനി അതിനോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട എന്നിവിടങ്ങളിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല, അതായത് ഇതുവരെ ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലാണെങ്കിൽ ഇതുവരെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല, മാനേജ്മെൻറ്റ് കോട്ടയിലാണെങ്കിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി അഡ്മിഷൻ കിട്ടത്തില്ലേ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ അലോട്ട്മെൻറ്റിനെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി +1 സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ഏകദേശം ജൂൺ 20-ാം തീയതിക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. കാരണം ജൂൺ 20-ാം തീയതിക്ക് മുമ്പായിട്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുശേഷമാണ് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് ഉണ്ടാവുള്ളൂ. കാരണം SSLCയുടെ സേ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അവർക്ക് കൂടി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലായിരിക്കും +1 സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ആരംഭിക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാമെന്ന് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 1, 2, 3 അലോട്ട്മെൻറ്റുകൾക്ക്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ട എന്നിങ്ങനെയുള്ള കോട്ട അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഒഴികെയുള്ളവർക്കാണ്, അതായത് ഏതെങ്കിലും ഒരു കോട്ടയിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ അഡ്മിഷനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ ഇതുവരെ ഏതൊരു കോട്ടയിലും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ, അതായത് അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് അപേക്ഷയിലെ തെറ്റ് കാരണം, അതായത് ചിലപ്പോൾ അപേക്ഷയിൽ കാസ്റ്റ് തെറ്റിയിട്ടുണ്ടാകും, കാറ്റഗറി തെറ്റിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അലോട്ടഡ് കാറ്റഗറിയിലുള്ള പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള പ്രോബ്ലങ്ങൾ കൊണ്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷയിൽ ഏതെങ്കിലും വിവരങ്ങൾ തെറ്റില്ലെങ്കിൽ ഡോക്യുമെൻസിൻ്റെ മിസ്സിങ് എന്നിങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ കൊണ്ട് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും സ്കൂളിൽ പോയ സമയത്ത് അഡ്മിഷൻ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കും സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് HSCAP വെബ്സൈറ്റ് നിങ്ങൾ ആ ഒരു സമയത്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ട് HSCAP വെബ്സൈറ്റിൽ കാൻഡിഡ് ലോഗിൻ SWS, അതുപോലെ ക്രിയേറ്റ് കാൻഡിഡ് ലോഗിൻ SWS ഇതുപോലുള്ള ലിങ്കുകളും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ ഇതുപോലുള്ള ലിങ്കുകളും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആ ഒരു സമയത്ത് നിങ്ങൾ HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, കാൻഡിഡ് ലോഗിൻ ചെയ്യുക. അപ്പോൾ കാൻഡിഡ് ലോഗിൻ SWS ഉണ്ടാകും, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട ഉണ്ടാകും. സ്പോർട്സ് കോട്ടയിൽ ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെൻ്ററി ഘട്ടത്തിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാം. ഓൾറെഡി അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് ഇതുവരെ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകിയാൽ മതിയാകും. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ കാൻഡിഡ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക. ഓൾറെഡി അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ കാൻഡിഡ് ലോഗിൻ SWS ലിങ്ക് മുഖേന നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യാവുന്നതും. ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ പേജ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ചില സമയത്ത് നിങ്ങളോട് ആദ്യം തന്നെ ആയിരിക്കും OTP ചോദിക്കുക, സെൻഡ് OTP ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ ഒരു OTP നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അതിന് മുമ്പായിട്ട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ഓരോ കോട്ടയിലും എത്ര വീതം വാക്കൻസി, അതായത് ഓരോ കാറ്റഗറിയിലും എത്ര വീതം വാക്കൻസീസ് ഉണ്ട് എന്ന് സംബന്ധിച്ചുള്ള ആ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് ഒന്നും നോക്കാതെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളുകളിലേക്ക്, കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വാക്കൻസി കൂടി നോക്കിക്കൊണ്ട് വേണം നിങ്ങൾ ആ ഒരു സമയത്ത് ഓപ്ഷനുകൾ കൊടുക്കാനായിട്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത സമയം നിങ്ങൾക്ക് പ്രൊഫൈൽ പേജിലേക്ക് എത്തുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, ഓൾറെഡി അപേക്ഷ കൊടുത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല, പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഒരു ലിങ്കാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങളോട് OTP, സെൻഡ് OTP എന്നുള്ള ഒരു ഓപ്ഷൻ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP വരും. അപ്പോൾ ആ ഒരു OTP നിങ്ങൾ HSCAP വെബ്സൈറ്റിൽ നൽകുക. അതിനുശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക, അല്ലെങ്കിൽ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ആ ഒരു എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക്
പോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ കാറ്റഗറി തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താം, നിങ്ങളുടെ പേര് തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താം. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ വിവരങ്ങളാണോ തിരുത്തേണ്ടത് അത് തിരുത്താവുന്നതും പുതുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റുകൾ വന്നിട്ട് അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ തെറ്റുകളൊക്കെ തിരുത്തുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകേണ്ടതായിട്ടുണ്ട് എന്നല്ല, നിങ്ങൾ പുതുതായിട്ട് തന്നെ ഓപ്ഷൻ കൊടുക്കണം. കാരണം നിങ്ങളിപ്പോൾ 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ കൊടുത്ത എല്ലാവിധ ഓപ്ഷൻസ് റിമൂവ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റല്ല ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് നിങ്ങൾ പുതുതായിട്ട് വീണ്ടും ഓപ്ഷനുകൾ നൽകേണ്ടത് നിർബന്ധമാണ്. സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ 1, 2 അലോട്ട്മെൻറ്റുകൾ ഫസ്റ്റ് നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷനുകൾ അനുസരിച്ചുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ഓപ്ഷൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് സെക്കൻഡ് സപ്ലിമെൻ്ററിയിലും കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സപ്ലിമെൻ്ററിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള ഏതൊരു കോഴ്സും സ്കൂളും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് നിങ്ങൾ ഉറപ്പുണ്ടായിരിക്കണം. അങ്ങനത്തെ ഓപ്ഷൻസ് മാത്രമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ കോഴ്സുകളിലേക്കും കൊടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യം അതിനനുസരിച്ച് വേണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻസ് കൊടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഓപ്ഷൻസ് എല്ലാം കൊടുത്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് പ്രിവ്യൂ പേജ് കാണാൻ പറ്റുന്നതാണ്. പ്രിവ്യൂ പേജ് എന്ന് പറഞ്ഞാൽ ഒരു പച്ച കളറിലായിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഫുൾ പേജ് കാണാൻ പറ്റുക. അപ്പോൾ അവിടെ നിങ്ങൾ കൊടുത്ത എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങളുടെ കാസ്റ്റ്, കാറ്റഗറി, റിലീജിയൻ, EWS ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും എന്നിങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കും. എവിടെയെങ്കിലും തെറ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന് നേരായിട്ട് ഒരു എഡിറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൻസിൽ ഐക്കൺ ഉണ്ടാവും, അതുപോലെ എഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വിവരങ്ങൾ എഡിറ്റ് ചെയ്യാവുന്നതും പിന്നീട് സബ്മിറ്റ് ചെയ്ത് ഈ ഒരു പ്രിവ്യൂ പേജിലേക്ക് വരാവുന്നതും ആണ്. അപ്പോൾ പ്രിവ്യൂ പേജിൽ വന്ന ശേഷം നിങ്ങൾക്ക് വീണ്ടും ഓപ്ഷൻസ് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷയിൽ നിങ്ങൾക്ക് എന്തൊക്കെ വിവരങ്ങളാണോ എഡിറ്റ് ചെയ്യേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് നിങ്ങൾ ആ ഒരു കാര്യങ്ങൾക്ക് എല്ലാം ഓക്കെ ആണ് എന്ന് മനസ്സിലായ ശേഷം മാത്രം പ്രിവ്യൂ പേജിലുള്ള കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ ഒരു തവണ മാത്രമാണ് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവത്തുള്ളൂ. ഒന്നിലധികം എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപേക്ഷയിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഓപ്ഷൻസും നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അപേക്ഷയിലെ വിവരങ്ങളും കൃത്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.